മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അഭ്യർത്ഥന നിരസിച്ച് ഗവർണർ ബംഗാളിലെ അക്രമബാധിത പ്രദേശങ്ങളിലേക്ക് നീങ്ങിയതോടെ ഇരകൾക്കും ഭീതിയിൽ കഴിയുന്ന സാധാരണക്കാർക്കും അതൊരു ആശ്വാസവും പ്രതീക്ഷയുമാവുകയായിരുന്നു. ആവേശത്തോടും പ്രത്യാശയോടും കൂടി അവർ രാജ്യപാലന്റെ വരവിനായി കണ്ണും കാതും കുറിപ്പിച്ചാണ് കാത്തിരുന്നത്. ബംഗാളിലെ മുർഷിദാബാദിൽ ഉണ്ടായ കലാപം, അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ, വിശേഷിച്ച് സ്ത്രീകൾ, അവരെ പാർപ്പിച്ചിരിക്കുന്ന റിലീഫ് ക്യാമ്പിൽ സന്ദർശിച്ചു. അവരിൽ പറയുന്ന കഥകൾ നമ്മുടെ മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്നതാണ്. അക്രമികൾ വീട്ടിലേക്ക് ഇരച്ചു കയറുന്നു, സ്ത്രീകളെ അപമാനിക്കുന്നു, പുരുഷന്മാരെ മർദ്ദിക്കുന്നു, അവർ വീട്ടിൽ നിന്ന് ബലപൂർവമായിട്ട് പിടിച്ച് വെളിയിലിറക്കുന്നു, അവരുടെ മുമ്പിൽ വെച്ച് വീടിന് തീയിടുന്നു. ഇതാണ് അവരിൽ പലരും പറഞ്ഞ കാര്യങ്ങൾ. ഒരമ്മ കണ്ണീരുടെ ഗദ്ഗതത്തോടെ പറഞ്ഞു, തൻ്റെ കയ്യിൽ നിന്നിരിക്കുന്ന കൈക്കുഞ്ഞിനെ പിടിച്ച് വലിച്ചെറിയാൻ ശ്രമിക്കുന്ന ഒരു ഗുണ്ട മറ്റു മാർഗമില്ലാത്ത വന്നപ്പോൾ അവരതിനെ കടിച്ച് കുഞ്ഞിനെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ഇതുപോലെ വളരെയധികം നമ്മുടെ കരളിരിക്കുന്ന കഥകളാണ് അവിടെ കേട്ടത്. അവരെ ഇപ്പോൾ പുനരധിവസിപ്പിച്ചിരിക്കുന്ന ഒരു സ്കൂളിലാണ്. എത്രയും പെട്ടെന്ന് അവർക്ക് അവിടെ നിന്ന് തിരിച്ചു പോകണം. അവരെല്ലാം പറയുന്നത്, ഞങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കണം. വീട് തരുന്നതും തൊഴിൽ തരുന്നതൊക്കെ വേറെ കാര്യം, സുരക്ഷ ഉറപ്പാക്കണം. കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചുകൊണ്ട്, വിശേഷ പെൺകുട്ടികളുടെ മാനം കാത്തുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയണം. ഇതാണ് അവർ പറഞ്ഞത്. വേണ്ട നടപടികൾ സ്വീകരിക്കും. തൽക്കാലം ആ ക്യാമ്പിൽ റെഡ് ക്രോസിനെ കൊണ്ട് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ് ഗവർണറാണ്. എല്ലാവിധ നടപടികളും സ്വീകരിക്കും. ഇനിയും ഫീൽഡിൽ പോയി കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഉചിതമായ ശുപാർശകളോടുകൂടി റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിക്കും. അതുപോലെ തന്നെ ആവശ്യമായ നിർദ്ദേശങ്ങൾ സംസ്ഥാന ഗവൺമെന്റിനും നൽകുന്നതായിരിക്കും. ആർക്കും, ഈ ക്യാമ്പിൽ ഉള്ള ആർക്കും ഗവർണറെ നേരിട്ട് എപ്പോഴും വിളിക്കാൻ പ്രത്യേക നമ്പറും കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ഞങ്ങൾ സജ്ജരാണ്. തീർച്ചയായിട്ടും ശാശ്വതമായ സമാധാനം ബംഗാളിൽ ഉണ്ടാക്കണം. അതിനുള്ള ഒരു കമ്മിറ്റ്മെന്റ് എടുക്കുകയാണ്. ദില്ലിയിൽ ഉന്നതതല കൂടിയാലോചനകൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ എത്തിയ ഗവർണർ CV ആനന്ദ് ബോസ് അക്രമബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനുള്ള തീരുമാനം വിമാനത്താവളത്തിൽ വെച്ച് തന്നെ പറഞ്ഞിരുന്നു. ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്നീട് അടുത്ത നിമിഷം മുതൽ ആക്കം കൂടുകയായിരുന്നു. അതുവരെ ഇഴഞ്ഞു നീങ്ങിയ സർക്കാർ സംവിധാനങ്ങൾ സടകുടഞ്ഞെണീറ്റു. നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും എന്തുവില കൊടുത്തും സാമൂഹിക വിരുദ്ധരെ അടിച്ചമർത്തും എന്നുമുള്ള ഗവർണറുടെ വാക്കുകൾ ഭയന്നിരുന്ന സാധാരണ ജനങ്ങൾക്ക് ആശ്വാസവും ഒപ്പം ആത്മവിശ്വാസവുമേകി. ആക്രമണത്തിന്റെ പ്രാരംഭം മുതൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളും കേന്ദ്ര സംസ്ഥാന സേനകളും റെഡ് ക്രോസ്, സെന്റ് ജോൺസ് ആംബുലൻസ് അടക്കമുള്ള സന്നദ്ധ സേവന പ്രസ്ഥാനങ്ങളുമായി കൂടിയാലോചിച്ച് പരിഹാര പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച ഗവർണർ ഡോക്ടർ CV ആനന്ദ് ബോസ് തന്റെ തനതായ ശൈലിയിലൂടെ ബംഗാൾ ജനതയുടെ പ്രത്യാശയായി മാറുകയായിരുന്നു. മാൽഡയിൽ അഭയം പ്രാപിക്കാൻ നിർബന്ധിതരായ ഇരകളിൽ ചിലർ ഗവർണറെ നേരിട്ട് കണ്ടു. തങ്ങളുടെ ദയനീയ അവസ്ഥ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ എത്തിയിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം ഉറപ്പു നൽകി, ഞാൻ അവിടെ എത്തും, എല്ലാവരെയും കാണും, കേൾക്കും, നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. അദ്ദേഹം വാക്കു പാലിച്ചിരിക്കുകയാണ്. തങ്ങളുടെ സുരക്ഷ, തൊഴിൽ, സാമ്പത്തിക നഷ്ടപരിഹാരം എന്നിവയ്ക്കായി സ്ഥിരമായ കേന്ദ്ര സേനാ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കണമെന്നും അവർ ഗവർണറോട് അഭ്യർത്ഥിച്ചു. സന്ദർശനം മാറ്റിവെക്കണം എന്ന മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന മാധ്യമപ്രവർത്തകർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ആനന്ദ് ബോസ് പറഞ്ഞു, ബംഗാളിന്റെ ചില ഭാഗങ്ങളിൽ ഇപ്പോൾ നടക്കുന്നത് ഞെട്ടിക്കുന്നതും നിർഭാഗ്യകരവുമാണ്. ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അത് അനുവദിക്കാനാവില്ല. ആവർത്തിക്കില്ല എന്ന് ഉറപ്പാക്കേണ്ടത് ഭരണാധികാരികളുടെ പ്രാഥമിക ഉത്തരവാദിത്തമാണ്. മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു, പക്ഷെ എനിക്ക് എൻ്റെ ശൈലിയുണ്ട്. നേരിട്ട് ബോധ്യപ്പെട്ട ശേഷം ഏത് കാര്യത്തിലും ഞാൻ നിഗമനത്തിൽ തീരുമാനമെടുക്കും. സാധാരണ നില വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമത്തെയും തടസ്സപ്പെടുത്താതെയായിരിക്കും എൻ്റെ സന്ദർശനം. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഇത്തരം കുറഞ്ഞത് 200 സന്ദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവയൊന്നും വിഫലമായിട്ടില്ല. തദ്ദേശ ഭരണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ ഗവർണറുടെ സഞ്ചരിക്കുന്ന രാജ്ഭവനെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ആനന്ദ് ബോസിന്റെ വാക്കുകൾ. ബംഗാളിനെ കാർന്നു തിന്നുന്ന 2 അർബുദങ്ങളാണ് അക്രമവും അഴിമതിയും. അതിനെതിരെയുള്ള പോരാട്ടം
ഭരണഘടനാ സംരക്ഷണത്തിനുള്ള പോരാട്ടം കൂടിയാണ്. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന്റെ ഉറപ്പ്. സർവ്വതും നഷ്ടപ്പെട്ട മാൽഡയിൽ അഭയാർത്ഥികളായി കഴിയുന്ന സ്ത്രീകളെയും കുട്ടികളെയും കണ്ട ഗവർണറുടെ കണ്ണ് നിറഞ്ഞു, കണ്ഠമിടറി. സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളെ പോലും നിസ്സഹായരായി ദുരിതാശ്വാസ ക്യാമ്പിൽ അഭയം പ്രാപിക്കേണ്ടി വരുന്ന അവസ്ഥ ബംഗാൾ ജനതയ്ക്ക് മാത്രമല്ല രാജ്യത്തിനാകെ തന്നെ അപമാനമാണ്. അത് കണ്ടു നിൽക്കാൻ ഒരു സർക്കാരിനുമാവില്ല. വഖഫ് പ്രതിഷേധത്തിന്റെ മറവിൽ അരങ്ങേറിയ ആക്രമണങ്ങളിലും കൊള്ളയിലും ഇരയായവർക്ക് സാധാരണ നിലയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടതെല്ലാം ഉറപ്പാക്കുമെന്നും ഗവർണറുടെ ഉറപ്പ്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയാൽ മാത്രം പോരാ, ഭാവിയിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനും തുടർ നടപടി ഉണ്ടാവണം. 2 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ഗവർണർ ശനിയാഴ്ച അക്രമബാധിത ജില്ലയായ മൂർഷിദാബാദിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഉദ്യോഗസ്ഥരും സാമൂഹിക സേവകരുമായും കൂടിയാലോചന നടത്തും. എല്ലാ വിഭാഗം അധികാരികളുമായും നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നും സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും ഗവർണർ ബോസ് പറഞ്ഞു. ഇത് പ്രഭാതത്തിനു മുൻപുള്ള ഇരുണ്ട മണിക്കൂറുകളാണ്. സമാധാനം പുനഃസ്ഥാപിച്ചു എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാനായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ശുപാർശ ചെയ്യുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗവർണർ എന്ന നിലയിൽ ഞാൻ സൂക്ഷ്മത പാലിക്കണം. രാഷ്ട്രപതി ഭരണത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.